തെരുവിൽ യേശുവിൻ്റെ വചനം പങ്കുവയ്ക്കുകയെന്ന ആത്മീയ ബോധ്യത്തെ ആവേശപൂർവം സ്വീകരിച്ചപ്പോഴും അടുപ്പക്കാരിൽ നിന്ന് പോലും അതിതീവ്രമായ എതിർപ്പാണ് നേരിട്ടത്. ആശയ സംഘട്ടനങ്ങളുടെ നാളുകളിൽ ഒരു വട്ടം കൂടി പ്രാർത്ഥിച്ചൊരുങ്ങുന്നതിനും കർത്താവ് നിശ്ചയിച്ചതുപോലെ തുടർയാത്രകൾ ക്രമീകരിക്കുന്നതിനുമായി വർക്കിച്ചൻ ചെങ്ങഴശ്ശേരി മാനസികമായ ഒരുക്കം ആരംഭിച്ചു. ഇനി എന്തു ചെയ്യുമെന്ന് ഇങ്ങനെ ചിന്തിച്ച് ഇരുന്നപ്പോഴാണ് അന്ന് വചനം വായിച്ചപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 37-ാം തിരുവചനമാണ് വായിച്ചത്. എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല, പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. അപ്പോഴെനിക്ക് തോന്നി, എന്നേക്കാൾ ഉപരി, ദൈവത്തെക്കാൾ ഉപരി ഭാര്യയുടെ അല്ലെങ്കിൽ മക്കളുടെയോ അല്ലെങ്കിൽ അമ്മയുടെയോ വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഈശോയ്ക്ക് യോഗ്യനല്ല. അപ്പോൾ അത് 1-ാം പ്രമാണത്തിൻ്റെ ലംഘനം കൂടിയാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, ഇനി എന്നെ ഇതിനെ തടയരുത്. ഞാനൊരു തീരുമാനമെടുത്തു, ഞാൻ തെരുവിൽ വചനം പ്രഘോഷിക്കാൻ പോകുമെന്ന്. അങ്ങനെ വീണ്ടും വചനം പ്രഘോഷിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോൾ മരിച്ച വീട്ടിൽ കയറി വരുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം ആരും മിണ്ടിയല്ല. ആരും മിണ്ടാത്തത് എന്നാന്ന് വെച്ചാൽ അവരുടെ വിഷമം കൊണ്ടാണ് അവർ മിണ്ടാത്തത്. പപ്പ ഇങ്ങനെ പോയി തെരുവിൽ എന്ന് പറയുമ്പോൾ അവർക്ക് സ്കൂളിൽ പോകുമ്പോൾ പിള്ളേർ കളിയാക്കും. അതുപോലെ ഭാര്യയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവർക്ക് നാണക്കേടാകും. അമ്മച്ചിയാണെങ്കിൽ എന്നോട് പറഞ്ഞു, ഇത് പെണ്ണിനെ കെട്ടിക്കാനും ചെറുക്കം കെട്ടാനൊക്കെ ഒന്നും ഓർക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസം ഇവരിങ്ങനെ പറഞ്ഞു. ഞാൻ പിന്നെ ഇവരോട് പറഞ്ഞു, ഞാൻ എന്തായാലും നിങ്ങൾ എന്നാ പറഞ്ഞാലും ഞാനിങ്ങനെ തെരുവിൽ വചനം പ്രഘോഷിക്കാനായിട്ട് പോകുമെന്ന്. തെരുവിൽ പ്രസംഗിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു. അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്, തെരുവിൽ പ്രസംഗിച്ചാൽ അവിടെ പ്രശ്നങ്ങളുണ്ടാകും, പിന്നെ ബഹളങ്ങൾ നടക്കും, അവിടെ അടിയും ഇടിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ പ്രസംഗത്തിൽ പോയി വരും. എന്നാലും ഞാനതിൽ ഒട്ടും ഗവനിക്കുകയില്ലായിരുന്നു. എനിക്കത് ഇഷ്ടമുള്ള കാര്യമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ വീടിൻ്റെ അടുത്ത് വർക്കിച്ചൻ ഇങ്ങനെ പോയി പ്രസംഗിക്കാനിടയായത്. അപ്പോൾ അവർ വീട്ടിൽ നിന്നുള്ളവരും എല്ലാവരും പറഞ്ഞു, നല്ല രീതിയിലുള്ള വചന സന്ദേശമല്ല അവിടെ നടത്തുന്നത്, അതുകൊണ്ട് അതിൽ കുഴപ്പമൊന്നുമില്ല, നീ അതിനെതിരൊന്നും പറയരുത് എന്നൊക്കെ എന്നോട് പറഞ്ഞു. വചനം പ്രഘോഷിക്കാൻ പോകുമ്പം മാർക്കാപ്പുറത്ത് ഇങ്ങനെ ആദ്യം ഇറങ്ങിയ കാരണം ഞങ്ങൾക്കൊരു വിഷമമായിരുന്നു. എന്തുകൊണ്ട് പിന്നെ അസുഖം വല്ലതുമായിട്ടാണോ എന്നെല്ലാം ഓർത്ത് ഞങ്ങൾ വിഷമിക്കുമായിരുന്നു. പിന്നെ തെളിവായി, ഞാൻ ഇവിടെ ഉദയഗിരിയിൽ കപ്പേല അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ ഈ അടുത്ത വീട്ടിലൊരു വാഴച്ചോട്ടിൽ പോയി ഭാഗത്ത് നിൽക്കുമായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട് എന്നതാ പറയുന്നതെന്നറിയാണ്. അന്നേരം എനിക്ക് തോന്നി നല്ല കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് പിന്നെ പോകില്ല. പിന്നെ ഒരു ദിവസം അങ്ങ് കോടാപ്പള്ളിയിൽ പോയി പ്രസംഗിക്കാൻ പോയി. അന്നേരം അവനറിയാതെ ഞാനും അവിടെ പോയി. അവിടെ പിന്നെ ചേട്ടൻ താമസിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാനും കൂടെ പോയി കേട്ടു. അന്നേരം നല്ല കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല. ആദ്യം ഇച്ചിരി വിഷമമായിരുന്നു, വല്ല പ്രശ്നം കൊണ്ടാണോ പറയുന്നത്, എന്നാ ഇങ്ങനെ പറയുന്നത് എന്നോർത്തുകൊണ്ട് പിന്നെ ഇനി കർത്താവിന് വേണ്ടിയിട്ട് എന്ത് കഷ്ടപ്പാട് വന്നാലും അവന് വന്നാലും ആർക്ക് വന്നാലും എനിക്കതൊരു സാരമായിട്ട് ഞാൻ കരുതുന്നില്ല. ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും കണ്ടാണ് പപ്പ ആദ്യമായിട്ട് ഈ പ്രേക്ഷവേലയ്ക്കായിട്ട് പോകുന്നത്. അന്നേരം എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. കാരണം ഞാൻ വരുമ്പം പപ്പ അവിടെ കിടന്ന് പ്രസംഗിക്കുന്നു. അന്നേരം സ്കൂൾ വിട്ട് വരുമ്പം തന്നെ എനിക്ക് ഫ്രണ്ട്സിനോട് ഇത് എൻ്റെ അപ്പനാന്ന് പറയാൻ എനിക്ക് നാണക്കേടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ പപ്പയോട് മിണ്ടാതെയായി പോയി അകലാൻ തുടങ്ങിയായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്കിനും ഓരോരുത്തർ വന്നിട്ട് പറഞ്ഞു, നല്ല പ്രേക്ഷിത വേലയല്ലേ, ക്രിസ്തുവിന് വേണ്ടിയിട്ടല്ലേ, നീ എന്തിനിങ്ങനെ എതിര് പറയുന്നത് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ചിന്തിച്ചപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് തോന്നി. അങ്ങനെ ഇപ്പോൾ പപ്പ ആണെങ്കിലും ഞാൻ വേറെ കോളേജിൽ പഠിക്കുന്ന നേരത്താണെങ്കിൽ അവിടെ വന്ന് പ്രസംഗിക്കുന്നു. അന്നേരം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ പപ്പ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ നമുക്ക് പോയി കണ്ടേക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പോയി കണ്ടിട്ടുമുണ്ട്. പിന്നെ ഞാൻ ഈ വീട്ടുകാരുടെ താല്പര്യം എങ്ങനെയാണ് ഇവർക്ക് ഈ ശുശ്രൂഷ സഹകരിച്ചു പോകാൻ സാധിക്കുമെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ
എനിക്ക് തോന്നി എൻ്റെ ജ്യേഷ്ഠന്മാരും പെങ്ങന്മാരെയൊക്കെ കെട്ടിച്ച് വിട്ടിരിക്കുന്ന അവരുടെ സിറ്റുകളിൽ പോയി വചനം പറയണം എന്ന്. അങ്ങനെ അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പോയി വചനം പറഞ്ഞപ്പോൾ അവരോട് ആ ശുശ്രൂഷയിൽ പങ്കെടുത്ത ആളുകൾ പറയും, വളരെ നല്ല ഒരു ശുശ്രൂഷയായിരുന്നു, വളരെ അനുഭവമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വീട്ടുകാർക്ക് ഈ ശുശ്രൂഷയിലേക്ക് താല്പര്യം വരികയും എന്നെ ഈ ശുശ്രൂഷയിലേക്ക് വിടാനായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ അവർ കൂടുതൽ കരുണക്കൊന്തയിൽ എല്ലാ വചന ശുശ്രൂഷരെയും സമർപ്പിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം വർഗീച്ചനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇത്രമാത്രം ത്യാഗം ചെയ്തു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം, മക്കൾ, അമ്മ, എല്ലാ മേഖലകളെയും തരണം ചെയ്തുകൊണ്ട് ഞങ്ങൾ പോവുകയും ഇതിനിടയ്ക്ക് ഇരിട്ടിയിലെ ഒരു കൺവെൻഷൻ വെച്ചു, 2 പ്രാവശ്യം വെച്ചപ്പോഴും വർഗീച്ചൻ എന്നെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങളിവിടെ കുറച്ച് പേര് പോയി. അപ്പോൾ അതിനൊക്കെ വർഗീച്ചൻ ഞങ്ങൾക്ക് നേതൃത്വം തരികയും വർഗീച്ചൻ്റെ ആ പ്രവർത്തനത്തെ ഞാൻ എപ്പോഴും നോക്കി കാണുന്നുണ്ട്. അപ്പം ആ വർഗീച്ചൻ്റെ ഈ പ്രവർത്തനത്തിന് ഞാൻ അങ്ങേയറ്റം ദൈവസന്നിധിയിൽ വർഗീച്ചന് കൃപ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നമ്മുടെ അനുഭവങ്ങൾ, തകർച്ചകൾ ഒക്കെ തമ്പുരാൻ നികത്തി തരും എന്നുള്ള ഒരു വിശ്വാസം എല്ലാവരിലും ഉണ്ടാകും. അത് വർഗീച്ചൻ അതിങ്ങനെ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് ആ വർഗീച്ചൻ്റെ ഒരു ശക്തിയും കഴിവും എത്രമാത്രം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ വർഗീച്ചൻ്റെ അടുത്ത് 1-2 പ്രാവശ്യം വ്യാജം കാണിച്ചു. കാരണം വർഗീച്ചൻ്റെ കൂട്ടത്തിൽ ഞാൻ ഉദയഗിരിയിൽ വരാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പിള്ളേർ പറഞ്ഞു അത് വീട്ടിലിരുന്നാൽ മതി, പുറത്തോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അന്ന് അങ്ങനെ ഒരു അനുഭവങ്ങൾ വരെ എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ വർഗീച്ചനെ സംബന്ധിച്ചിടത്തോളം വർഗീച്ചൻ്റെ ഈ മുന്നോട്ടുള്ള ഈ തുടർ ജീവിതം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. വചനപ്രഘോഷണത്തിൻ്റെ വഴികളിൽ കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും നേരിട്ട അസ്വസ്ഥതകൾ കർത്താവ് തന്നെ പരിഹരിക്കുന്ന കാഴ്ചകളാണ് പിന്നീട്. ഇന്ന് വർഗീച്ചൻ നേതൃത്വം നൽകുന്ന എല്ലാ ശുശ്രൂഷകളിലും കുടുംബാംഗങ്ങളുടെ പരിപൂർണ പ്രാർത്ഥനയും കരുതലും സമർപ്പണവും ശക്തിയേകുന്നു. തെരുവുകൾ തോറും വചനം പ്രഘോഷിക്കുകയും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വചനമായി മാറുകയും ചെയ്യുന്ന ഇദ്ദേഹം ശുശ്രൂഷകളുടെ പുതുവഴികളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. എൽറോയ് മിനിസ്ട്രിയിൽ അംഗമാവുകയും അങ്ങനെ ആഴ്ചയിൽ 1-2 ദിവസം ഞങ്ങൾ തെരുവുകളിൽ നിന്ന് വചനം പ്രഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ആ വചനം പ്രഘോഷിക്കുമ്പോൾ ഒത്തിരി നാനാജാതി മതത്തിൽപ്പെട്ട ആളുകൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുന്നതും അതുപോലെ ഈ ശുശ്രൂഷയെ അവഗണിക്കുന്നതുമൊക്കെ ആയിട്ട് പല വ്യത്യസ്തമായ അനുഭവം കാണുവാൻ സാധിക്കും. എന്നിരുന്നാൽ പോലും കൂടുതൽ ആളുകൾ, നിരാശപ്പെട്ട് കഴിയുന്ന ആളുകൾ ടൗണിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ പലപ്പോഴും ചില സ്ത്രീകളൊക്കെ കരയുന്നതും കാണുവാൻ സാധിച്ചിട്ടുണ്ട്. നല്ല അനുഭവവും മോശമായ അനുഭവവും നമുക്ക് തെരുവിൽ നിന്ന് കിട്ടും. കാരണം ആ വചനം കേൾക്കുന്നത് ചിലപ്പോൾ മദ്യപാനികൾ, മാനസിക രോഗികൾ, മതവിദ്വേഷികൾ, അങ്ങനെയൊക്കെ ആളുകളിൽ നിന്ന് തിക്ത അനുഭവം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, വളാലെന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഈ ശുശ്രൂഷ ചെയ്തപ്പോൾ കുറച്ച് ആളുകൾ ഒന്നിച്ച് വന്ന് വേഗം എൻ്റെ വണ്ടിയും മൈക്കും എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ അടിച്ച് താർത്ത് കളയുമെന്ന് പറഞ്ഞ് എൻ്റെ കോളറെ പിടിച്ച് 1-2 പേര് വലിച്ച് എൻ്റെ ഷർട്ടൊക്കെ കീറിയ അനുഭവം ഞാൻ ഓർക്കുന്നു. എന്നാൽ പോലും ആ ശുശ്രൂഷയെ ദൈവം കൂടുതൽ ഉയർത്തി പള്ളികളിൽ, നൈറ്റ് വീജിൽ, അതുപോലെ തന്നെ വചന ക്ലാസ് എടുക്കാനും ഒരു ഇടവകയിൽ ധ്യാനത്തിന് അവസരം കിട്ടി. വീണ്ടും ഞങ്ങളുടെ എൽറോയ് മിനിസ്ട്രി ഇന്ന് ബൈബിൾ കൺവെൻഷൻ നടത്തുന്നുണ്ട്. 2-3 കൺവെൻഷനിൽ വചനം പങ്കുവയ്ക്കാനൊക്കെ ദൈവം എന്നെ ഉയർത്തി. ആ ശുശ്രൂഷയെ, തെരുവ് ശുശ്രൂഷയെ ഞാൻ താരതമ്യം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ സന്തോഷം ലഭിക്കുന്നത് തെരുവിൽ നിന്ന് വചനം പറഞ്ഞിട്ട് പോകുമ്പോഴാണ്. അതിന് എത്ര സമയമില്ലെങ്കിലും, എൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും ഞാനത് ക്രമീകരിച്ച് ആ ശുശ്രൂഷയ്ക്ക് ആഴ്ചയിൽ 1-2 ദിവസം പോയില്ലെങ്കിൽ എനിക്ക് വളരെ
വിഷമുണ്ട് ആ ഒരാഴ്ചയിൽ 1-2 ശുശ്രൂഷയെങ്കിലും ചെയ്തില്ലെങ്കിൽ. അങ്ങനെ ആ ശുശ്രൂഷ ഇന്ന് നല്ല രീതിയിൽ മുൻപോട്ട് പോവുകയാണ്. പലപ്പോഴും ടീം അംഗങ്ങൾക്ക് ചില ദിവസങ്ങളിൽ ഒത്തുകൂടുവാനോ വചനം പറയുവാനോ സാധിക്കാതെ വരുമ്പോൾ ഞാൻ എൻ്റെ സ്കൂട്ടറിൽ എൻ്റെ സ്പീക്കർ എനിക്ക് ഔസാപ്പഞ്ചേട്ടൻ തന്നതാണ്. ചെറുനിലം ഔസാപ്പഞ്ചേട്ടൻ മലബാറിൻ്റെ കോർഡിനേറ്ററാണ്. അദ്ദേഹം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പം ആ സ്പീക്കറുമായിട്ട് പോയിട്ട് തെരുവിൽ നിന്ന് വചനം പറയും. ഒത്തിരി നല്ല അനുഭവം ആ ശുശ്രൂഷയിൽ നിന്ന് ലഭിക്കുകയും മനസ്സിന് വളരെ സന്തോഷം ലഭിക്കുന്നുണ്ട്. സ്നേഹം നിറഞ്ഞ കാർത്തിപുരത്തുള്ള നല്ലവരായ ദൈവജനമേ, അല്പസമയം ദൈവവചനം പങ്കുവയ്ക്കാനാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുന്നത്. ഈ ശുശ്രൂഷ, തെരുവുകളിൽ നടത്തുന്ന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഏക ദൈവത്തിന്റെ സൃഷ്ടികളാണ്. എല്ലാ മക്കളും ദൈവത്തിന്റെ വചനം കേൾക്കണം. ഗലാത്യാ ലേഖനത്തില് 1-ാം അധ്യായം 15-ഉം 16-ഉം തിരുവചനം പഠിപ്പിക്കുന്നത്, മാതാവിന്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, തന്റെ കൃപയാൽ എന്നെ വിളിച്ചു. അത് അവിടുത്തെ പുത്രനെ പറ്റി വിജാതിയുടെ ഇടയിൽ പ്രസംഗിക്കാൻ വേണ്ടി അവനെ എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ തെരഞ്ഞെടുത്തതാണ് വിജാതിയുടെ ഇടയിൽ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഈ കാലഘട്ടത്തിന് വേണ്ടി ഒരു പ്രവാചക ദൗത്യമാണ് ഈ മകനിലുള്ളത്. കാരണം സാധാരണക്കാർ പറയുന്നതിനേക്കാളും വലിയ ശക്തമായൊരു തെരുവിൽ നിന്ന് വചനം പറയുമ്പോൾ അനേകം മക്കൾക്ക് മാനസാന്തരം കിട്ടുന്ന രീതിയിൽ ഉള്ള ഒരു സുവിശേഷ പ്രഘോഷണമാണ്. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ ശിമിയോനോട് ഈശോ പറഞ്ഞു, നിൻ്റെ വല ഉപേക്ഷിച്ച് എന്നെ നീ അനുഗമിക്കുക. ആ അനുസരണയാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ഇദ്ദേഹം ഒഴിവായി ഇന്ന് യേശുവിന് വേണ്ടി പൂർണ്ണമായിട്ട് പ്രവർത്തിക്കാൻ ഇറങ്ങി ഞങ്ങളുടെ ഈ മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുന്നത്. ഈ മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുമ്പോൾ ഈ വ്യക്തിയുടെ ശുശ്രൂഷ കേട്ട് ഒത്തിരി പേർക്ക് മാനസാന്തരം ഇങ്ങനെ ഒത്തിരി പേരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വർക്കച്ചിൻ്റെ നല്ല വചനപ്രഘോഷണമാണ്, പുള്ളി നല്ലൊരു ശുശ്രൂഷകനാണെന്നൊക്കെ എന്നോട് ഇങ്ങനെ വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ ഞങ്ങളുടെ മിനിസ്ട്രിയിൽ ഞങ്ങളെ ഒന്നിച്ചുകൂടി വലിയ കൺവെൻഷനൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഏകദേശം 5000 പേരൊക്കെ വരുന്ന ഒരു വലിയ കൺവെൻഷൻ ഞങ്ങളുടെ ഒന്നിച്ചുകൂടി ഈ ഒരു 2-3 വർഷക്കാലം വലിയ കൺവെൻഷനും തെരുവിലെ വചനപ്രഘോഷണവും ഒക്കെ കൂടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തെരുവിലെ മാനസിക രോഗികളെയൊക്കെ എടുക്കാൻ ഇദ്ദേഹം കൂടെ എൻ്റെ കൂടെ നല്ല സന്മനസ്സോടു കൂടി എൻ്റെ കൂടെ വരികയും ഈ അനാഥ മക്കളുടെ അത് കാണാനും പുള്ളി പങ്കെടുക്കുവാനും നല്ലൊരു ശുശ്രൂഷകനായി എൻ്റെ കൂടെ ഒത്തിരി കാലം എൻ്റെ കൂടെ പങ്കെടുത്തിട്ടുണ്ട്. ഈ ശുശ്രൂഷയായിട്ട് പോകുമ്പോൾ ഒത്തിരി ദൈവത്തിൻ്റെ ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എനിക്ക് കാണുവാൻ സാധിക്കും. എൻ്റെ 2 മക്കളും അത്ര പഠിക്കാൻ മിടുക്കരൊന്നും അല്ലായിരുന്നു. എനിക്കറിയാം, എൻ്റെ മകന് അവന് ഹിന്ദി എന്ന് പറയുന്നത് ഒട്ടും തന്നെ അറിയത്തില്ല. കാരണം അവൻ 10-ാം ക്ലാസ്സിൽ തോറ്റുപോകും, ഹിന്ദിക്ക് മാർക്ക് കിട്ടാത്തതുകൊണ്ട് എന്ന് ഞാനിങ്ങനെ അവനും അങ്ങനെ ജയിക്കുക എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നീ എൻ്റെ കൂട്ടത്തിൽ ശുശ്രൂഷയ്ക്ക് ഒരു ദിവസം വാ. സന്തോഷ് കരിമത്രയുടെ ഒരു അനുഭവം തളിപ്പറമ്പിൽ വെച്ച് സന്തോഷ് കരിമത്ര ഇങ്ങനെ പറഞ്ഞു, സന്തോഷിൻ്റെ പെങ്ങൾക്ക് കണക്കിന് മാർക്ക് തീരെ കുറവായിരുന്നു. അന്നേരം സന്തോഷ് പെങ്ങളോട് പറഞ്ഞു, എൻ്റെ ശുശ്രൂഷയിൽ നീ പങ്കെടുക്കുക, നിന്നെ ദൈവം അനുഗ്രഹിക്കും. അങ്ങനെ ആ സന്തോഷിൻ്റെ പെങ്ങൾ സന്തോഷ് ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ബൈബിൾ വായിക്കാം ബ്രദർ സന്തോഷ് വായിക്കാൻ പറയുമ്പോൾ പെങ്ങൾ വായിക്കുകയായിരുന്നു. ആ പെങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ 2nd ക്ലാസ് മാർക്കോടുകൂടി പാസ്സായി എന്ന അനുഭവ സാക്ഷ്യം സന്തോഷ് കരിമത്ര അവിടെ പറഞ്ഞപ്പോൾ അതെൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരികയും ഞാൻ എൻ്റെ ചെറുക്കനോട് പറഞ്ഞു, നീ ശുശ്രൂഷ ചെയ്യുന്നിടത്ത് വന്ന്
നിന്നാൽ മതി, നിന്നെ ദൈവം അനുഗ്രഹിക്കുമെന്ന്. ഏതായാലും ഇവന് പരീക്ഷയുടെ തലേദിവസം, ഹിന്ദി പരീക്ഷയുടെ തലേദിവസം നെല്ലിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ കൂടെ ശുശ്രൂഷയ്ക്ക് വന്നു. ഞാൻ വിശ്വസിക്കുകയും അവൻ വിശ്വസിക്കുകയും ചെയ്തതുപോലെ തന്നെ അവന് ഹിന്ദിക്ക് A+ മാർക്കോടുകൂടി അവൻ പരീക്ഷ പാസ്സായി. ഞാൻ സ്പോർട്സിൽ ആക്റ്റീവ് ആയതുകൊണ്ട് എനിക്ക് ക്ലാസ് അങ്ങനെ കയറാൻ പറ്റിയിട്ടില്ല. ഓരോ സെമ്മിലൊക്കെ 1 ആഴ്ച 2 ആഴ്ചയൊക്കെ ഞാൻ പോയിട്ടുള്ളൂ. എനിക്ക് അക്കൗണ്ടിങ്ങും കണക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് ഞാൻ എപ്പോഴും പപ്പയോട് വിളിച്ച് പറയും, പപ്പ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ എന്തായാലും തോക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഓവറോൾ മാർക്ക് വരുമ്പോൾ എനിക്ക് നല്ല പെർസെൻറ്റേജ് എനിക്ക് പാസ്സാകാൻ പറ്റി. അത് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്ന പപ്പായും ഇവിടെ ഉള്ളവരെല്ലാം പ്രാർത്ഥിക്കുന്നതുകൊണ്ടും പപ്പ ഈ പ്രേക്ഷകരെ തിരഞ്ഞെടുത്തുകൊണ്ടാണെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. നമ്മൾ പലപ്പോഴും രോഗിയായി കഴിയുന്നവർ, അല്ലെങ്കിൽ കടബാധ്യതയിൽ കഴിയുന്നവർ, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കഴിഞ്ഞ് ദുഃഖവും അനുഭവിക്കുന്നവരൊക്കെ ഈ വചനം കേട്ട് കഴിയുമ്പോൾ ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന് പറഞ്ഞു വരുന്ന പലരും വരാറുണ്ട്. ഞാൻ ഓർക്കുന്നു, ഒരു സ്ഥലത്ത് വചനം പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ വന്ന് എന്നോട് പറഞ്ഞു, ഇന്ന് ദൈവം നിന്നെ ഇവിടെ കൊണ്ട് ഇന്ന് നിർത്തിയില്ലായിരുന്നെങ്കിൽ നാളെ നിനക്ക് ഒരുപക്ഷെ എൻ്റെ മൃതശരീര സംസ്കാരത്തിൽ പങ്കെടുക്കാമായിരുന്നു, ഞാൻ മരിക്കാനായിട്ട് തീരുമാനിച്ച ഒരു വ്യക്തിയായിരുന്നുവെന്ന്. ഇങ്ങനെയൊക്കെ നമുക്ക് അനുഭവങ്ങൾ ഓരോരുത്തരിൽ നിന്ന് ലഭിക്കുമ്പോൾ എത്ര ത്യാഗം ചെയ്താണെങ്കിലും ഈ ശുശ്രൂഷ എല്ലാ ദിവസവും ചെയ്യണം എന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒരു പ്രചോദനം വരും. അപ്പോൾ ആരുമില്ലെങ്കിൽ പോലും ഒറ്റയ്ക്ക് പോയി പല ദിവസങ്ങളിലും ഒറ്റയ്ക്കാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഞങ്ങൾ ഒന്നിച്ചു പോകാൻ പറ്റാത്ത ഒരു ശുശ്രൂഷ മേഖലയിൽ പുള്ളി ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് പോകുന്നുണ്ട്. കാരണം എനിക്കറിയാം, ഇത് പുള്ളി നല്ലൊരു കർഷകനാണ്. കാരണം ഇന്നിപ്പോൾ ഒത്തിരി പറമ്പുണ്ട്. ഈ പറമ്പിൽ കഠിനാധ്വാനം ജോലി ചെയ്ത് അന്തി വരെ കഷ്ടപ്പെട്ട് വൈകിട്ട് അല്ലെങ്കിൽ ഒരു ഉച്ച സമയമാകുമ്പോൾ ഭക്ഷണം കഴിച്ച് ഒരല്പസമയം കിടന്നുറങ്ങേണ്ട സമയത്ത് ഇദ്ദേഹം ഒറ്റയ്ക്ക് മൈക്ക് കെടുത്ത് സ്വന്തം സ്കൂട്ടറിൽ വെച്ച് കെട്ടിക്കൊണ്ട് ഒത്തിരി ദൂരെ 10-25 കിലോമീറ്റർ ദൂരെ പോയിട്ട് ഒറ്റയ്ക്ക് പോയിട്ട് നിന്ന് വചനപ്രഘോഷണം ചെയ്യാറുണ്ട്. കാരണം എപ്പോഴും എനിക്ക് ഇദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ഇല്ലാത്ത സമയത്ത് ഒരു നിമിഷം പോലും പുള്ളി ഒരു ദിവസം പുള്ളിക്ക് തെരുവിൽ വചനം പറഞ്ഞിട്ടില്ലെങ്കിൽ പുള്ളിക്ക് എന്തോ അസ്വസ്ഥതയാണ്. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും കർത്താവിൻ്റെ വചനം പറയുവാൻ ഇനിയുള്ള ജീവിതകാലം തീരുമാനിച്ചിരിക്കുക. അത് എന്തെല്ലാം തടസ്സങ്ങളുണ്ടായാലും സഭയോട് ചേർന്ന് നിന്ന് ഈ ശുശ്രൂഷയിലൂടെ ഒത്തിരി ആത്മാക്കളെ നേടിയെടുക്കാനാണ് ഇനി എൻ്റെ ജീവിതം ചിലവഴിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. ഇന്ന് ഇദ്ദേഹം നമ്മുടെ ഈ എൽറോയ് മിനിസ്ട്രിയിലെ ശുശ്രൂഷ മാത്രമല്ല, ഇന്ന് എനിക്കറിയാം ഈ പുള്ളിയുടെ ഇടവകയിൽ വിൻസെൻ്റ് ഇപ്പോളിൽ ശക്തമായി പ്രവർത്തിക്കുകയും അതുപോലെ ഈ രൂപതയിൽ ഒരു വചനപ്രഘോഷണ മേഖലയിൽ മത്സരത്തിനൊക്കെ പോകുമ്പോൾ അവിടെയും പുള്ളിക്ക് നമ്മുടെ രൂപതയിൽ നിന്ന് വചനപ്രഘോഷണം 1ാം സ്ഥാനമൊക്കെ നേടിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് ദൈവവചന പ്രഘോഷണത്തിൽ നിന്ന് വലിയൊരു ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് ആ വ്യക്തിയിലുള്ളത്. കാരണം ഇന്ന് അനേകം ധ്യാന സെൻറ്ററിലൂടെ IMS ധ്യാന കേന്ദ്രത്തിൽ ഇദ്ദേഹം വചനപ്രഘോഷണം ചെയ്യുന്നു. അതുപോലെ പണ്ട് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പുള്ളി പങ്കെടുത്ത ആ ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ അന്ന് പങ്കെടുത്ത അതേ ലെവലിൽ ശിമിയോനെ കർത്താവ് കടലിൽ നിന്ന് എങ്ങനെ മനുഷ്യരെ പിടിക്കാം എന്ന കൊടുത്ത വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാലഘട്ടങ്ങളിൽ ഈ കർത്താവിൻ്റെ 2ാം വരവിന് വേണ്ടി ഇദ്ദേഹത്തെ ഇന്ന് ഈശോ ഒരുക്കുകയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ വചനപ്രഘോഷണം കേട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇന്ന് അനേകം മക്കൾ ഈ പ്രദേശത്ത് നിന്ന് പുതിയ തലമുറകൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇന്ന് സുവിശേഷം പ്രഘോഷിക്കാൻ ഇന്ന് പോകുന്നതായിട്ടുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മലയോര ഗ്രാമമായ ഉദയഗിരി സെൻറ്റ് മേരീസ് പള്ളിയിലെ ആത്മീയ ശുശ്രൂഷയിൽ നല്ല പങ്കാളിത്തമുള്ള വ്യക്തിയാണ് ഞങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട വർക്കിച്ചൻ എന്ന പേരിൽ ഓമന പേരിൽ അറിയപ്പെടുന്ന വർഗീസ് ചെങ്ങഴശ്ശേരിൽ. സ്ട്രീറ്റ് മിനിസ്ട്രിയിലാണ് ഇപ്പോൾ അദ്ദേഹം കൂടുതലായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് തെരുവുകളിൽ ഈശോയെ പ്രസംഗിച്ചുകൊണ്ട് ലോകത്തിന് മുമ്പിൽ സുവിശേഷ സാക്ഷ്യം നൽകുകയാണ് അദ്ദേഹം പ്രധാനമായി ചെയ്യുന്നത്. ഇടവകയിലെ രാവിലെയുള്ള ആരാധനയിലും അതുപോലെ ആദ്യ വെള്ളിയാഴ്ചകളിലും വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന ആരാധനാ ശുശ്രൂഷകളിലൊക്കെ നേതൃത്വം കൊടുക്കുകയും പങ്കാളിത്തം വഹിക്കുകയും മറ്റുള്ളവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇടവകയുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി യത്നിക്കുകയും ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട മകനാണ് വർക്കിച്ചൻ.
ആത്മീയമായി വളരുകയും മറ്റുള്ളവരെ വളർത്തുകയും ഇടവകയുടെ ആത്മീയ വളർച്ചയ്ക്ക് വളരെ അനുയോജ്യമായ വിധത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന നല്ലൊരു ദൈവമകനാണ്, ദൈവപുത്രനാണ് വർഗീച്ചൻ. അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ അദ്ദേഹം ധാരാളം കാര്യങ്ങൾ ഈ ഇടവകയിൽ, ഈ നാട്ടിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. വിൻസെൻ്റ് പോളിലെ അംഗമാണ്. പാരിഷ് കൗൺസിലിൽ അദ്ദേഹത്തിന് പങ്കാളിത്തമുണ്ട്. അതുപോലെ ഇവിടുത്തെ ആത്മീയ ശുശ്രൂഷയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ മനോഹരമായി ദൈവത്തിന് പ്രീതികരം ആൾക്കാർക്കെല്ലാം പ്രിയപ്പെട്ട മകനായിട്ട് നല്ല രീതിയിൽ ഈ ഇടവകയ്ക്ക് വേണ്ടി, ഈ ഇടവകയിലെ ജനങ്ങൾക്ക് വേണ്ടി ആത്മീയ കാര്യങ്ങളിൽ ബദ്ധശ്രദ്ധനാണ് അദ്ദേഹം. സ്ട്രീറ്റ് മിനിസ്ട്രിയിൽ ഈശോയെ പങ്കുവെച്ചു കൊടുക്കുന്നത് വളരെ മനോഹരമായ ഒരു യാഥാർത്ഥ്യമാണ്. ഈശോയെപ്പറ്റി പറയുകയും അക്രൈസ്തവരുടെ ഇടയിലും മറ്റു ജനങ്ങളുടെ ഇടയിലും ടൗണിലെ യാത്രക്കാരുടെ മുമ്പിലും ഒരു മടിയും സങ്കോചവും കൂടാതെ ഈശോയ്ക്ക് വേണ്ടി ഈശോയെ പ്രഘോഷിക്കുന്നതിൽ അദ്ദേഹം ഇന്ന് വളരെ ഉത്സാഹമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ അവസരത്തിൽ തമ്പുരാന് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിലൂടെ ധാരാളം നല്ല കാര്യങ്ങൾ ഈ നാടിനും ഈ പ്രദേശത്തിനും ഈശോയെ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അദ്ദേഹത്തിലൂടെ ലഭിക്കട്ടെ. അതിനുള്ള ദൈവകൃപ സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. എൻ്റെ പാദത്തിൽ ലോറിയുടെ ചക്രം കയറുകയും അങ്ങനെ ആ പാദം ഫുള്ളായിട്ട് മുറിച്ച് നീക്കേണ്ടതായിട്ടും വന്നു. അങ്ങനെ ഞാൻ ധ്യാനത്തിന് പോയത് മറ്റുള്ളവർ കാണിച്ചില്ലെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു ഈശോ എന്നെ സുഖപ്പെടുത്തുന്നത്. തോമസ് ഡോക്ടർ പറഞ്ഞു ഇത് കയറ്റി വെട്ടിക്കളയേണ്ടതെന്ന്. അപ്പം വേണ്ട സാറേ. അപ്പം പാദം പോയി. അമ്മ ഇന്ന് രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്ക് പകിർത്തു നൽകി ദൈവമലിവോടെ.